അതെ, ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ആൽഫ്രെഡോ പാസ്തയാണ് കേട്ടോ. എങ്ങനെ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുമെന്ന് നോക്കണം കേട്ടോ. ആദ്യം ഒരു ഇച്ചിരി ബട്ടർ ഇടുക, പിന്നെ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുത്തു, അല്ലെങ്കിൽ ബട്ടർ കരിയാനുള്ള ചാൻസ് ഉണ്ട് കേട്ടോ. പിന്നെ ക്യാപ്സിക്കവും സവാളയും അതേപോലെ തന്നെ കുറച്ച് ചിക്കൻ വേവിച്ചതും കൂടെ ഇട്ട് കൊടുത്തു. ഒന്ന് മൂപ്പിച്ചതിന് ശേഷം അതിനകത്തേക്ക് കുറച്ച് ഒറിഗാനോ, പിന്നെ നമ്മുടെ ചതച്ച മുളകുണ്ടല്ലോ അതും കുറച്ച് ഉപ്പും ഇതും കൂടെ ചേർത്ത് നല്ലപോലെ വരട്ടി മാറ്റി വയ്ക്കുക. ആ പാനിൽ തന്നെയാണ് കേട്ടോ നമ്മൾ അതിൻ്റെ സോസ് ഉണ്ടാക്കാനായിട്ട് പോകുന്നത്. മെയിൻ ഇതിൻ്റെ സോസാണല്ലോ. ബട്ടർ ഇട്ട് കൊടുക്കുക, അതിനകത്തേക്ക് ഒരു സ്പൂൺ നമ്മുടെ മൈദ ഇട്ട് കൊടുക്കുക. അതൊന്ന് വരട്ടി അതിൻ്റെ പച്ചമണം മാറിയതിന് ശേഷം പാലൊഴിച്ച് കുറുക്കിയെടുക്കുക. ഇതാണ് മെയിൻ. ആ കുറുക്കിയെടുത്ത പാലിലോട്ട് നമ്മൾ കുറച്ച് ഉപ്പും കുറച്ച് ഒറിഗാനോയും പിന്നെയാണെങ്കിൽ കുറച്ച് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കണം കേട്ടോ. അതിനുശേഷം ഒരുപാട് കുറുകാൻ ഞാൻ നിന്നില്ല, കാരണം പാസ്ത ഇച്ചിരി നേരത്തെ ഉണ്ടാക്കി വെച്ചത് കാരണം അതൊന്നും കുതിരട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അതിനകത്തോട്ട് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ച നമ്മുടെ ക്യാപ്സിക്കും സവാളയൊക്കെ ഉണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുത്തു. കുറച്ച് ചീസ് ഇട്ട് കൊടുത്ത് നല്ലപോലെ വരട്ടിയെടുത്തപ്പോഴേക്കും സംഭവം പൊളി. ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ആൽഫ്രെഡോ പാസ്ത ഉണ്ടാക്കാനായിട്ട് ഭയങ്കര സിമ്പിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. നമ്മൾ കഴിഞ്ഞ ദിവസം ഉണ്ടാക്കിയ പാസ്തേനേക്കാൾ സിമ്പിളാണ് ഈ പാസ്തേനെ. കണ്ടോ, എടുക്കുമ്പോൾ ഇങ്ങനെ വലിഞ്ഞു വരുന്ന കണ്ടോ നമ്മുടെ ചീസ്. സൂപ്പറായിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റായിരുന്നു. ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് പറയാനില്ല, നല്ല രുചിയായിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. കാരണം ഇത്രയും സിമ്പിളായിട്ടുള്ള ഡിഷൊക്കെ നമുക്ക് ട്രൈ ചെയ്ത് പിള്ളേർക്കൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ പാടില്ലേ. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് പറയണം കേട്ടോ.